ഹായ്, നമസ്കാരം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ രുചി തേടി എത്തിയിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ലോകഭൂപടത്തിലുള്ള കോവളത്താണ്. കോവളം ഇപ്പോൾ സീസണും കൂടെയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ടേസ്റ്റ് ഓഫ് കേരള റെസ്റ്റോറൻറ്റിലാണ് എത്തിയിരിക്കുന്നത്. കോവളത്തേക്ക് വരുന്ന വഴിയിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന മനോഹരമായൊരു പ്രെമിസസ് കൂടെയാണ് ഇവിടെ. ഒരു നല്ല ഒരു വിശാലമായ ലോണും ഒക്കെ ആയിട്ട് ഒരു തട്ടുകട, എനിക്കൊരു ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണെന്ന് തോന്നുന്നു. അതിനു മുമ്പേ നമുക്ക് ഇദ്ദേഹത്തെ കൂടെ ജോയിൻ ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട ഷെഫാണ്, പേര് ദിലീപ്. അടിപൊളി. അങ്ങനെ നമ്മുടെ ദിലീപ് ഒപ്പമാണ് നിൽക്കുന്നത്. ഇതിപ്പോ ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ് അല്ലേ, അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ സോൾട്ട് ആൻഡ് പെപ്പർ. അടിപൊളി. ഇത് സോൾട്ട് ആൻഡ് പെപ്പറിന്റെ പുറകിലായിട്ട് ഇത് ഇവരുടെ ഒരു തീം ചെയ്തിരിക്കുകയാണ്. പഴയകാല തട്ടുകടയും സിനിമ പോസ്റ്റേഴ്സും ഒക്കെ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡി തീമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന്റെ മുന്നിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഫുഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിഷ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കണേ? നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കണവത്തോരനാണ്. കണവത്തോരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂന്തൽ എന്ന് പറയും സാധാരണ. കൂന്തൽ എന്ന് പറയുന്ന സാധാരണ കണവത്തോരനാണ്. അത് നമ്മളൊന്ന് തോരനാക്കാമെന്ന് വിചാരിച്ച് ഫ്രൈ ആക്കാം, റോസ്റ്റ് ആക്കാം, എന്ത് വേണമെങ്കിലും മീനു ചെയ്യാൻ, ഡാലിക്ക് ആക്കാം. പക്ഷേ ഇപ്പം നമുക്ക് തോരനാണ് ഇഷ്ടം. കേരളത്തിൻ്റെ സ്റ്റൈലായിട്ടൊരു തോരനായിട്ട് ഉണ്ടാക്കാം. അതെ, ഇപ്പോൾ നമ്മൾ ഈ പണ്ട് കണവത്തോരനൊക്കെ നമ്മുടെ അടുക്കളയിൽ ഒരുപാട് സജീവമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ചിക്കൻ തോരൻ വന്നപ്പോഴേക്കുമാണ് കണവത്തോരനൊക്കെ ഇതിന് സൈഡിലോട്ട് മാറിയത്. എന്തായിരുന്നാലും ഭയങ്കര രുചികരമായൊരു വിഭവമാണ്, നമ്മുടെ നാടൻ ഭക്ഷണമാണ്. അതുകൊണ്ട് കണവത്തോരനെ കുറിച്ച് ഞാൻ ഒരുപാട് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നമുക്കെല്ലാം അതിൻ്റെ ഒരു രുചി അറിയാം. പണ്ട് ഈ കണവത്തോരനൊക്കെ കഴിച്ചിട്ട് മോതിരം എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ മോതിരം സാധാരണ ഇടാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷാണ് ഈ കണവ എന്ന് പറയുന്നത്. അതുമല്ല, ചില പിള്ളേർ ഇതൊക്കെ ആയിട്ട് ഇതിനെ അതൊക്കെ കഴിക്കാണ്ട് പോയി കിടന്ന് മോതിരം എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നത് ഉറങ്ങി കളയും. രാവിലെ ആകുമ്പോൾ ഉറമ്പൊക്കെ കഴിച്ച് പണി കിട്ടിയ അങ്ങനത്തെ കുറെ കഥകളും ഈ നാട്ടും പുറങ്ങളിൽ രസകരമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി വളരെ ഒരു എന്താണ് ഒരു എക്സ്ട്രീം രുചിയിടത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ രുചികൾ വളരെ ഫേമസ് ആണ്. ആക്ച്വലി ഇപ്പോൾ ഒരു ഫുഡ് ഫെസ്റ്റ് കൂടെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ അതിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ലൈവായിട്ടുള്ള ഇന്നത്തെ ഈ കണവത്തോരൻ ഇത് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കണവത്തോരൻ എന്തൊക്കെയാണ് വേണ്ടേ? ഉള്ളിയുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയുള്ള പേസ്റ്റാണ്. ചെറിയ മുളക് ഞങ്ങൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെളുത്തുള്ളി സാധാരണ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ എണ്ണ ഒന്ന് മുക്കുമ്പോൾ വേണ്ടി. ഇത് നമ്മൾ കരിയേപ്പില. ഇത് നമ്മൾ മസാലയാണ്. ഇത് നമ്മുടെ തേങ്ങ വെളിച്ചെണ്ണയാണ്. ഇത് കണവ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ശരി, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. ഇത് നമുക്ക് അറിയാൻ നിങ്ങളെല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു മസാലക്കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇതെന്താണ് ശരിക്കും? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ തേങ്ങ എടുക്കുക. തേങ്ങ എടുത്തതിന് ശേഷം അതിൽ നമുക്ക് സാധാരണ ഈ മസാല, നമ്മൾ ഇറച്ചിയുടെ മസാല ഉണ്ട്, നമ്മൾ പൊടി പെരുംജീരകം ഒന്ന് ലേശം ഇടുക. അതിനുശേഷം മുളക് പൊടി ഇടുക, ഇത്തിരി മഞ്ഞപ്പൊടി, ഇത്തിരി ഉപ്പ്, ഇത് ലേശം കരിവേപ്പില ഇട്ടുന്ന പൊടിയാണ്. നമ്മൾ ഈ ചമ്മന്തി അരയ്ക്കുന്ന മിക്സിയിലിട്ട് അടിക്കാണോ അതോ വെറുതെ? ഇല്ല, നമ്മൾ കൈ കൊണ്ട് ഞവടി ഇടുന്നതാണ്. കൈ കൊണ്ട് ഒന്ന് ഞവടി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരം ജില്ലക്കാരുടെ ഒരു ഭാഷയാണ്. നന്നായിട്ട് കുഴച്ച് ഞവടി എടുക്കുക, അങ്ങനെയാണ്. ഓക്കെ. അതുപോലെ കണവ ബോയിൽ ചെയ്ത് എടുത്തിരിക്കുകയാണ് അല്ലേ? അതെ സർ. ഇത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? ക്വാണ്ടിറ്റി ഒരു 300-350 ഗ്രാം ഉണ്ട്. ഇത് ഉപ്പ് ചേർത്താണോ ബോയിൽ ചെയ്തിരിക്കുന്നത്? ലേശം ഒരു പൊടിക്കൊന്നും ചേർത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഒണിയൻ ആണെങ്കിൽ ക്യൂബ് കട്ട് ചെയ്തതും ഉണ്ട്, നന്നായിട്ട് ചോപ്പ് ചെയ്തതും ഇരിപ്പുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉണ്ട്, ഗാർലിക് അല്ലാണ്ടും സെപ്പറേറ്റ് ഇരിപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇൻഗ്രീഡിയൻസ്. ഇത് അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഈ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമ്മളെ എപ്പിസോഡിലേക്ക് ഒരുപാട് വാചകടി വേണ്ടി വരുന്നത്. പാചകം വിത്ത് വാചകം. ഓക്കെ, റെഡി, തുടങ്ങാമല്ലോ. വെളിച്ചെണ്ണ എടുക്കുക. അത്രയും വെളിച്ചെണ്ണ വേണോ അല്ലേ? അത്രയും വേണം. എടുക്കുക, കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്യുക. വെളുത്തുള്ളിനെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ആ എണ്ണയിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ എണ്ണയൊന്ന് മൂക്കുമ്പോൾ ഇതിനകത്ത് ഒന്ന് ചെറുതായിട്ട് ഇതിനൊന്ന് നോർമലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നോർമലായിട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇനി അബ്നോർമലായിട്ട് എന്തെങ്കിലും നോർമലി നമ്മൾ എന്റെ നാട്ടുകാരൻ കരിവേപ്പില ഇടുക. അതായത് എൻ്റെ ജന്മനാടാണ് പാറശാല. അപ്പോൾ ഇദ്ദേഹം അതിന് തൊട്ടടുത്താണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ആ ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാണ് ഇട്ടത്. ആദ്യം വെളുത്തുള്ളി അതെ, അത് പേസ്റ്റും കൂടി ഇടുന്നു.
മണിക്കാണ് ശരിക്കും ഇവിടെ ഈ ഒരു ഫുഡ് ഫെസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയുടെ നമ്മൾ കൃത്യമായിട്ട് സീ ഫുഡാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പറഞ്ഞൊരു 5:30 മണിയാകുമ്പോൾ കൃത്യമായിട്ട് ഇപ്പോഴത്തെ ഈ സ്റ്റാർട്ടിങ് ആണ്. സ്റ്റാർട്ട് ചെയ്യും. അല്ലാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതെല്ലാം നമുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നില്ല ആൾക്കാർ. ലോൺ ഇപ്പോൾ ഈ സമയത്ത് എത്ര നാളുണ്ടാവും? ഒരു മാസം ഉണ്ടാവുമോ? സീസണാണോ? അല്ല, ഈ ഒരു ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു മാസം ആയതേ ഉള്ളൂ. ഇത് ഇനിയും വരുന്നവർക്ക് എപ്പിസോഡ് കണ്ടിട്ട് വന്നു കഴിഞ്ഞാലും ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ? തീർച്ചയായും. അടിപൊളി. നമുക്ക് ഈ ചോപ്പ് ചെയ്ത ഉള്ളി അങ്ങോട്ട് ഇടുക. ഏകദേശം ഒരു സവാളയോളം അല്ലേ? ഒരു വലിയൊരു സവാള നന്നായിട്ട് ചോപ്പ് ചെയ്താൽ എത്രയുണ്ട് അത്രയും അതിനകത്ത്. ഞാൻ ഈ തവി ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേറെ ഒന്നുമല്ല, ഈ സ്വാഭാവികമായിട്ട് ഇവർ നിന്നിട്ട് ആ വലിയ ആ തവി കാണിച്ച് ഈ തവി വെച്ച് ഈ കടായിൽ വെച്ച് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴേ ഇതൊക്കെ എടുത്തിട്ട് ഒരു ബഹളമൊക്കെ കടാ എന്ന് പറഞ്ഞ സൗണ്ടൊക്കെ ഉണ്ടാവും. ആ സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തവി മാറ്റി കൊടുത്തു. ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. കണ്ടോ, എൻ്റെ ആ ഒരു ഐഡിയ വർക്കൗട്ടായി. ഇപ്പോൾ വളരെ സൈലന്റ് ആയിട്ട് കുക്കിംഗ്. പക്ഷേ ഇങ്ങനെ ഇവർക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാ ടേബിളും നിറയുമ്പോൾ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മളെ എരിവുള്ള പച്ചമുളക് നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഒരു സ്പൂൺ. കണവത്തോരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കുറേ നാളായിട്ട് വരുന്ന ഡിഷുകൾ പലതും നമുക്ക് ഈ ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി അവരുടെ കൂട്ടുകാരായിരുന്നു നമ്മൾ കണ്ടതെല്ലാം. ഈ നമ്മളെ നമ്മളെ കേരള ചോറിൻ്റെ കൂടെ ശരിക്കും ആസ്വദിച്ച് തട്ടിവിടാൻ പറ്റും അല്ലേ കണവത്തോരൻ? എന്തിനാ ചോദിച്ചാൽ ഞാൻ എടുത്ത് തരാം. മഞ്ഞൾപ്പൊടി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ താരം അതിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇത്രയും സമയം ബാക്കി കോമഡിയന്മാരും ബാക്കി താരങ്ങളും എല്ലാവരും കൂടെ ആയിരുന്നു അതിനകത്ത്. ഒരു സിനിമയെ പോലെ ഉപമിക്കുകയാണെങ്കിൽ യഥാർത്ഥ നായകൻ ഇറങ്ങാൻ പോവുകയാണ്. ഇത് സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട്, കണവ കറി വയ്ക്കുമ്പോൾ പച്ചക്കണവ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നതാണ് ടേസ്റ്റ് എന്നത്. ഇപ്പോൾ ഈ ഇങ്ങനെ ബോയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല, നല്ലത്. ഒരുപാട് വേവിക്കായിരുന്നു അത്. കണവ അങ്ങോട്ട് ഇറങ്ങിയത് നമ്മുടെ അടുക്കളയിൽ കണവ ഉണ്ടാക്കുമ്പോൾ ഒരു മണം അങ്ങോട്ട് വരുമല്ലോ. ആ മണം ഹേ എന്ന് പറഞ്ഞു വന്നു. ചില പാവങ്ങളുണ്ടല്ലേ ഈ കണവ കൊഞ്ച് ഷെൽ ഫുഡുകൾ കഴിക്കാൻ പറ്റത്തില്ല. ചിലർക്ക് ഷെൽ ഫുഡ് അലർജിയാണ്, ചിലർക്ക് അല്ലേ ഗ്യാസ് ഫോം ചെയ്യും. അങ്ങനെ കുറേ പേർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളോട് അല്പം അസൂയ തോന്നുന്നത് കഴിക്കാൻ പറ്റുന്നവരോട്. ശരിയാ, എനിക്ക് ഷുഗറുണ്ട്, ഞാൻ എല്ലാം കഴിക്കും. അത്രേ ഉള്ളൂ, കഴിക്കണമെന്നേ. എല്ലാത്തിൻ്റെയും മരുന്ന് കയ്യിലുണ്ടെങ്കിൽ കണവയൊക്കെ കഴിച്ചിട്ട് ഗ്യാസിന്റെ മരുന്നോ അല്ലെങ്കിൽ അലർജിയുടെ അകത്തേക്ക് മരുന്ന് കഴിച്ചാൽ പോലെ. ഇപ്പോൾ നമ്മളൊരു ഭയങ്കര മോസ്റ്റ് മോഡേൺ ആയിട്ടൊരു ഗ്യാസിന്റെ അതാണ് ഈ സാധനം. ഏറ്റവും കൂടുതൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസിന്റെ അസുഖം ഉണ്ടാവത്തില്ല. വെളുത്തുള്ളി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ അതാണ് ആദ്യം കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ ഓ ആഹാ കണ്ടോ. നമ്മളിത് വാജ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ അതൊക്കെ എന്നെ പ്രാക്ടിക്കലായിട്ട് പരീക്ഷിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കപ്പയൊക്കെ കഴിക്കാനായിട്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളി കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നല്ലതായിരിക്കും. വെളുത്തുള്ളി, കാന്താരി ഉടങ്കല്ലി വേണമെങ്കിൽ ചെയ്യാം. ഗ്യാസിനെ ഭയപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി മസാല മാത്രം ഇട്ടാൽ മതി, ബാക്കിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. സിമ്പിൾ. ഇത് നേരത്തെ തയ്യാറാക്കി വെക്കുക. തയ്യാറാക്കുന്ന കാര്യം ഒന്നുകൂടെ ദിലീപേട്ടൻ പറയും. അതായത് ഇത് തേങ്ങ തിരിയ ശേഷം ലേശം മഞ്ഞപ്പൊടി ഇടുക, ഇത്തിരി മുളക് പൊടി ഇടുക. എന്നിട്ട് അതിനുശേഷം നമ്മളിത്തിരി മസാല ഇടുക, ഇറച്ചി മസാല ഇടുക. ഇടുന്നു പെരിഞ്ചീരകം എല്ലാം കൂടി ലേശം ഇടുക. ഇട്ടതിന് ശേഷം തേങ്ങ കൈകൊണ്ട് കരിവേപ്പില ഇട്ട് വന്ന് നവടി എടുക്കുക. ഇത്ര തന്നെ ഇതിനകത്ത് ഇടുക. ക്ലൈമാക്സ് ആവുകയാണ്. കൂന്തൽ തോരൻ അഥവാ കണവത്തോരൻ തയ്യാറായി കഴിഞ്ഞു. വേവ് നമ്മളെങ്ങനെ അറിയാൻ പറ്റും? അതെനിക്കറിയാം സാർ. ഇത്ര മിനിറ്റിനാകുമ്പോൾ നമുക്ക് കൃത്യമായി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം തിളച്ച എണ്ണയിലാണ് ഇടുന്നത്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഒരു 2 മിനിറ്റിനാകുമ്പോൾ ചെയ്യുന്ന കാര്യം റെഡിയാവും. ഇതിൻ്റെ ഒരു മണത്തിൽ നിന്നാണോ പിടിക്കുന്നത്? അടങ്ങാം. മസാലയൊക്കെ വളരെ കുറച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കണവത്തോരൻ നിങ്ങളുടെ മുന്നിൽ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എത്ര തേങ്ങ ചേർത്തിട്ടുണ്ടാവും? നമ്മളിതിൽ 75 ഗ്രാം തേങ്ങ ചേർത്തിരിക്കും. 75 ഗ്രാം എന്ന് പറയുമ്പോൾ 100 ഗ്രാമിനകത്തുണ്ട്. അപ്പോൾ ഒരു 75 ഗ്രാം നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ ഇതിന്റെ വേവ് നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. പലപ്പോഴും യൂട്യൂബിലെ കമന്റൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഒരുപാട് കളർ കൊടുത്തിട്ടില്ല മുളക് പൊടിയുടെ. ചിലവർ ഒരുപാട് മുളക് പൊടിയുടെ കളർ കൊടുക്കും. പക്ഷെ ഞാൻ സിമ്പിളായിട്ട് ഇട്ടിട്ടുള്ളൂ മുളക് പൊടി. അതുകൊണ്ടാണ് ഈ മഞ്ഞപ്പൊടി നമുക്ക് കളറിൽ നിൽക്കുന്നത്. അതെ, മഞ്ഞപ്പൊടി നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം ഇതിൽ. കാരണം നമുക്ക് എന്തെങ്കിലും വയറ്റിനോ മറ്റുള്ള കാര്യങ്ങളൊന്നും കേടുവരില്ല. അപ്പം അതിനെ കരുതിയാണ് മഞ്ഞപ്പൊടി ലേശം കൂടി കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞാൻ കണ്ടു പതിവിൽ നിന്ന് വിപരീതമായി ഒരു നുള്ളല്ല മഞ്ഞപ്പൊടി ഉപയോഗിച്ചത്. ഏകദേശം ഒരു കൊച്ചു സ്പൂണിലാണെങ്കിൽ 1/2 സ്പൂണോളം മഞ്ഞപ്പൊടി. കളർ കാണാനൊരു രസം ഉണ്ടാവും, കാണാനും ഭംഗിയുണ്ടാവും. പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ കുറേ ദിവസം നമ്മളെ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അസുഖമൊന്നും വരുന്നില്ലല്ലോ. അല്ല, അത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും എപ്പോഴും വെളുത്തുള്ളി എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാമോ ശരീരത്തിന് നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു വേവ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എക്സ്പീരിയൻസ് കൊണ്ടാണ് മണത്തിൽ നിന്ന് പിടികിട്ടുന്നത്. നമ്മളത് ഉണ്ടാക്കുമ്പോൾ ഒരു പീസൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് അത് എന്തോന്നൊക്കെ നോക്കിയിട്ട് നമ്മളുടേതായ ഒരു രീതിയിൽ തപ്പിയെടുത്താൽ മതി. യെസ്, അങ്ങനെ നമ്മുടെ കൂന്തൽ തോരൻ അല്ലെങ്കിൽ കണവത്തോരൻ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യണം. മടങ്ങി വരാം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ രുചിക്കൂട്ടിലേക്ക്. ഞാനൊരു ഫിഷിൻ്റെ ഷേപ്പിലൊരു പ്ലേറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കോവളത്ത് വരുമ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കൗതുകങ്ങൾ. അത് കോരിക്കളയാം. ഇത് ഒരു ഫാമിലിക്ക് കഴിക്കാനുള്ളതുണ്ട്. അതെ. ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണോ? ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ 1/2 കിലോയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇത്രയും ഇതിൽ നിന്നും കൂടുതൽ കാണും. ഇത്രയും തന്നെ. ഇത്രയും തന്നെ. ഭയങ്കര ലാഭമാണല്ലോ കഴിക്കുന്നവർക്ക്. അതെ. വളരെ മനോഹരമായി കണവത്തോരൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ടിങ്ങി തരൂ, ഞാൻ പിന്നെ ടേസ്റ്റ് ചെയ്യാം. യെസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു നമ്മുടെ ഒരു പാറശാല സ്റ്റൈലുണ്ട്. നമ്മൾ സ്പൂണൊന്നും അങ്ങനെ ആഹാരത്തിൽ ഉപയോഗിക്കാറില്ല അല്ലേ? കണവ തോരനൊക്കെ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, കണവ കഴിക്കുന്ന പിള്ളേരുടെ ഒരു വിനോദം എന്ന് പറഞ്ഞാൽ ഒരു കണവയുടെ ഒരു കൈയിന്റെ രുചി നമുക്ക് സ്പൂണിൽ കിട്ടത്തില്ല. നാടൻ ഭക്ഷണം കഴിക്കാൻ നമ്മൾ കൈ കൊണ്ട് തന്നെ കഴിക്കണം. നാടൻ ഭക്ഷണം ഇങ്ങനെ തന്നെ കഴിക്കണം. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ എടുക്കുകയാണ്. എന്നാലും നമ്മുടെ ചില ഓഡിയൻസ് ഉണ്ട്, അവർക്ക് ഈ കൈ കൊണ്ടൊക്കെ എടുത്ത് കഴിക്കുന്നതിനെ അവർ ചില സമയത്തൊക്കെ വിമർശിക്കാറുണ്ട്. കുഴപ്പമില്ല കേട്ടോ, ഭയങ്കര വൃത്തിയായിട്ട് കൈയൊക്കെ കഴുകി. നമ്മളെല്ലാം ഇങ്ങനെയാണ് പൊതുവേ. അപ്പോൾ ഒരാളുടെ കുറവുണ്ട്, ഒരു നല്ല ചൂട് ചോറ് കൂടെ അങ്ങോട്ട് വരണമായിരുന്നു. അതിനകത്തിട്ട് നേരത്തെ ചേട്ടൻ ഇത് ഞവടു എന്ന് പറഞ്ഞല്ലേ, ഇതിനെ അങ്ങോട്ട് ആ ചോറിനകത്തിട്ട് ഞവടി എടുത്തിട്ട് ഒരു ഉരുളയാക്കിയിട്ട് എടുത്ത് കഴിക്കുന്നതാണ്. ചോറ് എടുക്കാന്ന്, എന്നാ പിന്നെ അത് കഴിച്ചിട്ടേ ഇന്ന് പോണല്ലോ. എന്തായിരുന്നാലും ഇത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ കണവത്തോരൻ. നമ്മൾ മലയാളികളെ മലയാളികളുടെ മനസ്സിനെ അല്ലെങ്കിൽ വയറിനെ കൊണ്ട് ഓക്കെ എന്ന് പറയിപ്പിക്കുന്ന ഒരു ടേസ്റ്റ്. ഇത് നമ്മുടെ സ്വന്തം ടേസ്റ്റ് തന്നെയാണ്. ഇതിൽ എന്താണോ പണ്ട് നമ്മുടെ അമ്മമാർ നമുക്ക് എടുത്തു തന്ന അല്ലെങ്കിൽ കറി വെച്ച് തന്ന ഒരു ടേസ്റ്റ്, ആ ടേസ്റ്റ് തന്നെ ഈ ദിലീപേട്ടൻ നമുക്ക് തന്നു. നളപാചകത്തിൻ്റെ മകുടോദാഹരണത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് മറ്റൊരു ഉദാഹരണം. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. എക്സലൻറ്റ് ടേസ്റ്റ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ്. നിങ്ങൾ ഈ ഒരു ഫുഡ് ഫെസ്റ്റിന് വരികയാണെങ്കിൽ ഇതൊന്ന് പ്രയോജനപ്പെടുത്തുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എനിക്കിനി പറയാനുള്ളത്, ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം പതിവ് പോലെ കമൻറ്റുകൾ എഴുതിയിടൂ. നമുക്ക് ഇദ്ദേഹത്തിന് അത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇദ്ദേഹം കുറച്ചുകൂടെ സന്തോഷവാനാകട്ടെ ആ സത്യസന്ധമായ കമൻറ്റുകളിലൂടെ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ കാണണ്ടേ? ദിലീപേട്ടൻ്റെ ഈ ഒരു കൈപുണ്യം അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഈ ഒരു മഹാരുചി ഒരു റീക്യാപ്പ്. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ ഇന്നത്തെ ഈ ഒരു ഭക്ഷണം? നമ്മുടെ കണവത്തോരൻ അഥവാ കൂന്തൽ തോരൻ. നമ്മുടെ ഓക്കെ, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് പറയും, ഇത് നല്ല രുചി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയും. അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുമാത്രമല്ല, ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ പോവുകയാണ്. കാരണം സാധാരണഗതിയിൽ നമ്മൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു, അതൊന്നും ഇന്ന് കണ്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ പരിഭവിച്ചിരിക്കുകയല്ലേ. യെസ്, അതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം അതായത് കോവളമാണ്. പിന്നെ ഈ നിൽക്കുന്ന നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഈ ഒരു പ്രെമിസസ്, ഇതിൻ്റെ കാഴ്ചകളും ഇവിടുത്തെ മറ്റ് വിഭവങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ?
അല്ലേ? അത് മാത്രമല്ല ഇതിൻ്റെ സംരംഭകരെ കുറിച്ചും അവരുടെ വിഷനെ കുറിച്ചും ഒക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് ഞാൻ പുറകെ വരുന്നുണ്ട്. തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കുകയാണ് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ. അതിനുശേഷം അതിൻ്റെ കാഴ്ചകളിലേക്ക് ബ്രേക്ക്. മടങ്ങി വരാം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ രുചിക്കൂട്ടിലേക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷമായില്ലേ? നമ്മളൊരു പരിചയമുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കി കഴിച്ചെങ്കിലും അതൊരു നാടൻ ഭക്ഷണമാണ്. നമ്മളിപ്പോൾ നമ്മുടെയൊക്കെ ഒരു രുചിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോസ്റ്റ് മോഡേൺ രുചിയിലോട്ട് മാറി. എങ്കിലും നമ്മുടെ പരമ്പരാഗത ഒരു രുചി അറിഞ്ഞ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഗൃഹാതുരത തോന്നുന്ന ഒരു രുചി അതായിരുന്നു അല്ലേ പണ്ട് അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ആ ഒരു രുചി തന്നെ ഞാൻ ശരിക്കും ഇവിടെ നിന്ന് അറിഞ്ഞു. അതിൻ്റെ ഒരു ഞെട്ടൽ കൂടെ എനിക്കുണ്ട് കേട്ടോ. എന്തായിരുന്നാലും അതൊക്കെ കണ്ടു, അതിൻ്റെ കാഴ്ചകളും കണ്ടു. ഇനി ഇതിൻ്റെ മറ്റ് ചില കാഴ്ചകളാണ്. ഇത്രയും നല്ല രുചിയൊരുക്കിയ ഈ രുചിയിടത്തിൽ കാണാനായിട്ട് കുറച്ച് നല്ല കാഴ്ചകളുണ്ട്. നല്ല രസകരമായിട്ടാണ് ഇവർ ഈ ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടോളൂ. ഒപ്പം ഈ കാഴ്ച കാണാൻ ഞാനും ഉണ്ട്. ഞാനും നിങ്ങളെപ്പോലെ നിങ്ങളോടൊപ്പം തന്നെ ഇരുന്ന് ഈ കാഴ്ചകൾ കാണുകയാണ്. രസകരമായ ഒരു നിർമ്മിതി കൂടെയാണത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ കണ്ട കാഴ്ചകൾ? മനോഹരമായ ഒരു റെസ്റ്റോറൻ്റ് അല്ലേ, ടേസ്റ്റ് ഓഫ് കേരള. പിന്നെ ഇവിടുത്തെ ബാക്കി കാഴ്ചകൾ, നല്ലൊരു ഫുഡ്. അപ്പോൾ ഈ ഒരു നല്ല കാര്യങ്ങളും നല്ല ഈ കാഴ്ചകളും ഒക്കെ ഒരുക്കിയ അമരക്കാർക്കൊപ്പമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഷൈജു ആൻഡ് സനിൽ, ഇവരാണ് ഇതിൻ്റെ അമരക്കാർ. ഒരാളിവിടെ ഉണ്ട്, അജിത്ത് എന്നും പറഞ്ഞ്. പുള്ളി ഇവിടെ സ്ഥലത്തില്ല. എവിടെ പോയി പുള്ളി? കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഒരു പരിപാടി നടക്കുകയല്ലേ, അങ്ങോട്ട് പോയിരിക്കുകയാണ്. എന്തായിരുന്നാലും വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്നാമത്തെ കാര്യം വളരെ നമ്മൾ ഭക്ഷണം തേടി പോകുമ്പോൾ എല്ലാവരും മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്നത് നല്ല വൃത്തിയും സേഫായിട്ടും ഒക്കെയുള്ളൊരു പ്രമിസസാണ്. അതിൻ്റെ മകുട ഉദാഹരണമായിട്ട് നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് നിൽക്കുകയാണ്. ഇത് ഒന്ന് പറഞ്ഞുതരാം, ഇതൊന്ന് തുടങ്ങിയത്? നമ്മൾ തുടങ്ങിയിട്ടൊരു 3 മാസമായി. നമ്മൾ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും വൃത്തി ഒന്ന് ഹൈജീനിക്കലായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഓയിലൊന്നും നമ്മൾ റീയൂസ് ചെയ്യില്ല. ഫിഷൊക്കെ കളക്ട് ചെയ്യുന്നത് നമ്മൾ പോയി വിഴിഞ്ഞെത്തുന്നതാണ് ഏറ്റവും കൂടുതൽ ഫിഷ് കളക്ട് ചെയ്യുന്നത്. നല്ല ഫ്രഷ് ഫിഷാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് കാണാൻ ഈവനിങ്ങിൽ നമ്മളങ്ങനെ ഒരു കണ്ടു നോക്കിയിട്ട് നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ അവർ പറയുന്ന രീതിയിൽ അവരുടെ ടേസ്റ്റ് കണക്കാക്കി ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട്. ഈവനിങ് ആണ് 5 to 10. പിന്നെ ഈവനിങ്ങിൽ നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ വൃത്തിയുള്ള ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. അത് നമ്മൾ ഏറ്റവും പിന്നെ ഒരു കോവളത്ത് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. പാർക്കിംഗ്, ഇത്രയും റഷ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബീച്ച് സൈഡിൽ ഇത്രയും പാർക്കിംഗ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നത്. ഇവിടെ എത്ര മണിക്കാണ് റെസ്റ്റോറൻറ്റ്? 7 മണി സ്റ്റാർട്ട് ചെയ്ത് 11 മണി വരെ ചെയ്യുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഈവനിങ്ങിലാണ് സീ ഫുഡ് കോർണർ. ഇപ്പോൾ ഈ ഇതിനകത്തൊരു ഡൈനിങ് ഹാളും കണ്ടു. പിന്നെ ഓപ്പൺ റെസ്റ്റോറൻറ്റ് 5 മണിക്ക് ശേഷമാണ്. ഇവിടെ രാവിലെ തൊട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണ സ്റ്റൈലുകൾ? ഏതൊക്കെ? എല്ലാ അറേബ്യൻ, ഇന്ത്യ, നാടൻ തൊട്ട് ചൈനീസ്, കോണ്ടിനെന്റൽ, അറബിക്ക്, എല്ലാ സീ ഫുഡ്, അല്ല വെജ്, നോൺ വെജ്, എല്ലാ രീതിയിലുള്ള ഷെഫന്മാരും നമ്മൾ ഉണ്ട്. അവർ ഓരോന്നിൻ്റെയും സ്പെഷ്യാലിറ്റി ഷെഫുകളാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഒരു ഇത് കഴിച്ചായിരുന്നല്ലോ, ഞങ്ങൾ ഈ സോൾട്ട് ആൻഡ് പെപ്പറിന് വേണ്ടി ഒരു ഡിഷ് ഉണ്ടാക്കി, നാടൻ കണവത്തോരൻ. എക്സലൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും കഴിച്ചിട്ട് വന്ന് പറയുന്ന ഒരു ഇടത്ത് തന്നെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കാരണം കഴിച്ച് അതിൻ്റെ സംതൃപ്തിയും രുചി അറിഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാനിത് സംസാരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ പിന്തുണയും ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഭാഗത്തു നിന്ന് നൽകുകയാണ്. പിന്നെ നിങ്ങളെപ്പോലുള്ള ഇങ്ങനെ ഈ ചിരിച്ച് സന്തോഷവാന്മാരായ ആൾക്കാരാണ് ഈ ബിസിനസ് സംരംഭകരായിട്ട്, പ്രത്യേകിച്ച് ഹോട്ടൽ ഫീൽഡിൽ വേണ്ടുന്നതും. തീർച്ചയായിട്ടും കണ്ടെത്തിയ ഒരു സന്തോഷം കൂടെ ഞാൻ തുറന്നറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. അപ്പോൾ ഞാനിനി വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള നല്ല മനുഷ്യരുടെ, നല്ല സംരംഭത്തിൻ്റെയും നല്ല രുചിയുടെയും കഥകളുമായിട്ട് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ. തൽക്കാലം ടാറ്റ, ബൈ ബൈ.